Hello everyone. 10th Mathematics Chapter 2 Circles and Angles Part 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് എന്ന കോൺസെപ്റ്റ് ആണ്. എന്താണ് ഒരു ആർക്ക്, അല്ലെങ്കിൽ എന്താണ് ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്? അപ്പൊ സർക്കിളുമായി ബന്ധപ്പെട്ട കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന്റെ കൂട്ടത്തിൽ എന്താണ് ജസ്റ്റ് ആർക്ക് എന്ന് ഒന്ന് മെൻഷൻ ചെയ്തു പോയതാണ്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു തരാം എന്താണ് ആർക്ക് എന്നുള്ളത് കേട്ടോ. അപ്പോ നിങ്ങൾ നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുക്കേണ്ടതാണ് സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് എന്ന് കേട്ടോ. സെൻട്രൽ ആംഗിൾ എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു സർക്കിൾ കാണാലോ. എന്താണ് ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ, ഈ സർക്കിളിൽ എവിടെയെങ്കിലും ഞാൻ രണ്ട് പോയിന്റ് എടുത്തു. സപ്പോസ് ഞാൻ ഒരു പോയിന്റ് എടുത്തേക്കുന്നത് എവിടെയാണ്, ഞാൻ ആ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്ന നോക്കോ, കണ്ടോ? ഇവിടെ ഞാനൊന്ന് കട്ട് ചെയ്തു, ഇവിടെ ഞാൻ കട്ട് ചെയ്തു. ഇത് സർക്കിളിന്റെ ഒരു പീസാണ് അല്ലെ, സർക്കിളിൽ നിന്ന് ഒരു കഷ്ണമാണല്ലോ. നമ്മൾ ഈ വളയൊക്കെ പൊട്ടി കഴിയുമ്പോൾ എടുക്കുന്ന പോലെ സർക്കിളിൽ നിന്ന് ഒരു കഷ്ണമാണ്. ഈ കഷ്ണത്തിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവന്റെ സെൻട്രൽ ആംഗിൾ? നിങ്ങളൊന്ന് കൂട്ടി ആലോചിച്ച് നോക്കിയേ. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് അല്ലെ. അപ്പൊ ഈ ആർക്കിന്റെ സെന്റർ ഉണ്ടല്ലോ, ഈ സർക്കിളിന്റെ സെന്റർ ഉണ്ടല്ലോ, സർക്കിളിന്റെ സെന്ററിലേക്ക് ഞാൻ ഈ ആർക്കിനെ അങ്ങ് കണക്ട് ചെയ്യാൻ പോവാണ്. ചുമ്മാ കണക്ട് ചെയ്യാന്ന് വിചാരിച്ചോ. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആർക്കിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ഞാൻ എടുക്കുന്ന ആർക്കിലേക്ക് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു, കണ്ടോ? ഓക്കെ ആണല്ലോ. ഒരു ആർക്ക് ഒരു സെക്ടറായി മാറി, ശരിയല്ലേ? ഒരു സെക്ടറായി മാറി. ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ആംഗിൾ ഒന്ന് മെഷർ ചെയ്തു. എത്ര ഡിഗ്രിയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തു. എത്ര ഡിഗ്രി കിട്ടി എനിക്ക്? അറൗണ്ട് ഒരു അല്ലെ, ഒരു എത്ര വരുന്ന 80 ഇല്ല അല്ലെ, 0, 10, 20, 40, 50, നിയർലി ഒരു 85 എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. 85 ഇല്ല, 85 ഇല്ല, ഒരു 76. ഓക്കെ, ഒരു 76 ഡിഗ്രി കിട്ടി. ഞാനതൊന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. അതായത് ഇവിടെ ഞാൻ മെഷർ ചെയ്തപ്പോ എനിക്ക് ആംഗിൾ കിട്ടിയത് 76 ആണ്. ഈ 76 ഡിഗ്രീനെയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇതാണ് സെൻട്രൽ ആംഗിളിന്റെ കോൺസെപ്റ്റ്. അതായത് ഒരു സർക്കിളിൽ ഒരു ആർക്കും സർക്കിളിന്റെ സെന്ററും മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, അപ്പൊ എഴുതുക, ആംഗിൾ മെയ്ഡ് ബൈ ആർക്ക് ഓഫ് എ സർക്കിൾ അറ്റ് ഇറ്റ് സെന്റർ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളത്തിൽ എഴുതാട്ടോ. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഒരു സർക്കിളിന്റെ സെന്ററിൽ ഒരു ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ആംഗിൾ. ആംഗിൾ മെയ്ഡ് ബൈ an arc at its center. At center of circle. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ. അതായത് ഒരാർക്ക് സർക്കിളിന്റെ സെന്ററുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ. സർക്കിളിന്റെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ സെൻട്രൽ ആംഗിൾ എന്താന്ന് കണ്ടു. ഇനി ഇതുപോലെ ഒരാർക്കിന്റെ മാത്രമാണോ നമുക്ക് സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ എത്ര ആർക്കുകൾ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്തുകൂടെ? ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ വരയ്ക്കുവാണെങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചോ, എനിക്ക് വേണമെങ്കിൽ ഒരു സർക്കിൾ വരച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് ഞാൻ എടുത്തു. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ സെൻട്രലിലേക്ക് കണക്ട് ചെയ്തു. ഒരാർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഞാൻ എടുത്തു അല്ലെ. ഈ സെൻട്രൽ ആംഗിൾ സപ്പോസ് ഒരു 85 വേണ്ടല്ലോ കിട്ടിയ, 85 ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതുപോലെ എനിക്ക് അതിനപ്പുറത്തുള്ള ആർക്കുണ്ടല്ലോ, ഈ ആർക്ക് ഞാനിപ്പോ ഷെയ്ഡ് ചെയ്ത് പോണ കണ്ടോ, ഇത് ഈ ആർക്ക് ഉണ്ടല്ലോ, ഈ പോകുന്ന ഈ ആർക്ക്. ഈ ആർക്കിനും സെൻട്രൽ ആംഗിൾ എടുത്തൂടെ അല്ലെ? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എവിടെയാ? ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ആർക്കിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്ന ആംഗിൾ കണ്ടോ. ഈ ആംഗിൾ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്, കണ്ടോ? ഓക്കെ, അപ്പൊ ABC എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ഞാൻ വേണി ഇത് മാറ്റുകയാണ്, XY എന്നിടാം കേട്ടോ. ABC എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് X, അല്ലെങ്കിൽ C1 എന്നിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ ACD അല്ലെ ADC എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് Y. ഇവരുടെ സം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടും കൂടെ കൂട്ടി എത്രയാ? മൊത്തം കറങ്ങി വരുമ്പോ എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. സെൻട്രൽ ആംഗിൾ ആയതുകൊണ്ട് C1 C2 എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ XY എന്ന് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ എന്ത് ചെയ്യാം? C1 C2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കാര്യം മനസ്സിലായാൽ മതി. അപ്പൊ എന്താ നമ്മളിപ്പോ പറഞ്ഞേ? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് അല്ലെ, സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക്
ABC ആണ് ഞാൻ ഇവിടെ എന്തെന്ന് വരച്ചിരിക്കുന്നത്, എക്സ് എന്ന് വരച്ചിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക്, ഏതാർക്കിന്റെ, ADC എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഞാൻ എന്തെന്ന് മാർക്ക് ചെയ്തേക്കുന്നത്, Y എന്ന് മാർക്ക് ചെയ്തത്. അപ്പൊ ഇത് ABCയുടെ കോൾട്ടർനേറ്റ് ആർക്കാണ് ഏത്, ADC എന്ന് പറയുന്നത്. ഇവരുടെ സം എത്രയായിരിക്കും, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഈ ഒരു ഐഡിയ കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. മുന്നോട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യേണ്ട വരാറുണ്ട്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ സെൻട്രൽ ആംഗിൾ, നമ്മളിപ്പോ സെൻട്രൽ ആംഗിൾ കണ്ടല്ലോ. ഓക്കെ, ഈ സെൻട്രൽ ആംഗിൾ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. എവിടെ, ഓൾട്ടർനേറ്റ് ആർക്കില്. സ്വന്തം നമ്മൾ ആ പറഞ്ഞ ആർക്കിലല്ല, ഏതാർക്കിന്റെയാണോ സെൻട്രൽ ആംഗിൾ എടുത്ത ആ ആർക്കല്ല, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കില്. ശരിക്കും മനസ്സിലായിക്കൊള്ളണം കേട്ടോ, മനസ്സിലായി പണി കിട്ടും, അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കില് ഒരു ആംഗിൾ ഞാൻ എടുക്കുകയാണ്. ആംഗിൾ എടുക്കാന്ന് പറഞ്ഞാൽ ഈ ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കണം കേട്ടോ. ദേ ഇതുപോലെ, സോറി, ഞാൻ റെഡ് കളറിൽ വരയ്ക്കുന്നത് നോക്കിക്കോട്ടോ. ഈ ആർക്ക് ഇവിടെ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ, മേക്ക് ചെയ്യുന്ന ഒരു ആർക്ക് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ആണല്ലോ അല്ലെ. അതുപോലെ സെന്റർ വിട്ടുപോയി, സെൻട്രൽ ആംഗിൾ വിട്ടുപോയി. കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ആണ്. ഈ രണ്ട് ആംഗിൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഞാനിപ്പോ വരച്ചിരിക്കുന്ന ഈ രണ്ട് ആംഗിൾ, ഒന്നെന്താ ശരിക്കും മനസ്സിലായിക്കൊള്ളും, ഒന്ന് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, മറ്റൊന്നെന്താ ആ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്ത ആംഗിൾ. ഈ രണ്ട് ആംഗിൾ തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ കണ്ടോട്ടോ. ഇവിടെ ഞാൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഇവര് തമ്മിലുള്ള കണക്ഷൻ. ഇവിടെ നോക്കി, ഈ ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, ശരിക്കും ഒന്ന് മെഷർ ചെയ്ത് നോക്കി. അറൌണ്ട് 80 അല്ലെ, 80 എന്ന് പറയാലോ. ഈ ആംഗിൾ നമുക്ക് കിട്ടുന്നത് 80 ആണ്. ഞാനിവിടെ 80 എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ, 80. ഓക്കെ, ഇനി ഇതുപോലെ ഞാൻ ഇപ്പുറത്തുള്ള ആംഗിൾ ഒന്ന് നോക്കുവാണേ. ശരിക്കും മനസ്സിലായിക്കൊള്ളണം, വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്, എക്സാമിന് വളരെ അത്യാവശ്യമുള്ള കോൺസെപ്റ്റ് ആണ്. ഇത് നോക്കി, 40 80യുടെ ഹാഫ് ആണ്. ഇത് കോയിൻസിഡന്റ് ആയിട്ട് വന്നതല്ല, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും അതേ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. പറയുമ്പോൾ വലിയ കാര്യമായിട്ട് പറയും, പക്ഷെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞ, ഞാനിപ്പോ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആംഗിള് 80യുടെ ഹാഫ് ആയിരിക്കും. 80യുടെ ഹാഫ്, ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ഇനി മുന്നോട്ട് പല ക്വസ്റ്റ്യനിലൊക്കെ യൂസ് ചെയ്യും ഭാവിയിൽ കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളണം. എന്താ നമ്മളിപ്പോ പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം. ഈ ബോർഡിലേക്ക് നോക്കൂ, ഇവിടെ ഒരു സർക്കിൾ. ഓക്കെ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു ആർക്ക് എടുത്തു. സപ്പോസ് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആർക്ക്. ശ്രദ്ധിച്ച് മനസ്സിലായിക്കൊള്ളാം. ഈ ആർക്കിന്റെ സെൻട്രലിലേക്ക് ഞാൻ യോജിപ്പിക്കുകയാണ്. സെൻട്രലിലേക്ക് ഞാൻ ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഈ സെൻട്രലിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതാണ് സെൻട്രൽ ആംഗിൾ. ഇതിനെ ഞാൻ സി എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ, എഴുതാനുള്ള ഞാൻ പറയാം. എന്നിട്ട് ഈ ആർക്ക് ഉണ്ടല്ലോ, ഞാനിപ്പോ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ആർക്ക് എവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്, ഇവന്റെ ഓൾട്ടർനേറ്റ്, ആ വൈറ്റ് കളറിൽ എവിടെയെങ്കിലും, ഇവന്റെ ഓൾട്ടർനേറ്റിൽ എവിടെയെങ്കിലും ഒരു ആംഗിൾ ഉണ്ടാക്കി എന്ന് വിചാരിച്ചോ, എവിടെയെങ്കിലും ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. എന്തായിരിക്കും ആ ആംഗിളിന്റെ കണക്ഷൻ? ദിസ് ആംഗിൾ വിൽ ബി ദ ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ. അതായത് ഈ ആംഗിൾ എന്തായിരിക്കും, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് നോക്കിയാലോ, വേറെ എവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. നിങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഇതൊരു കോയിൻസിഡൻസ് ആണെങ്കിലോ, നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു ആംഗിൾ എടുത്ത് നോക്കാം. ഇങ്ങനെ ഒരു ആംഗിൾ എടുത്തു, അതുപോലെ ഇവിടെ ഒരു ആംഗിൾ എടുത്തു. നോക്കിക്കോട്ടോ, കോയിൻസിഡൻസ് അല്ല, കറക്റ്റ് 40 തന്നെ കിട്ടും. നോക്കോ, കണ്ട, ഇറ്റ് വിൽ ബി ഓൾസോ ഈക്വൽ ടു 40. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ ആർക്ക് ഉണ്ടാക്കുന്നത് ഈ രണ്ട് ആംഗിളിന്റെ ഈ ആർക്കിന്റെ രണ്ട് എൻഡിൽ നിന്നായിരിക്കണം ആംഗിൾ ഉണ്ടാക്കേണ്ടത്. അത് ശരിക്കും ഫോളോ ചെയ്തോളാം.
ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ആ പറഞ്ഞ ആർക്കിൽ നിന്ന് വേറൊരു ആംഗിൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതെ, ഇങ്ങനെ എങ്ങോട്ട് വേണേലും മേക്ക് ചെയ്തോട്ടെ, അത് ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒന്നും പോയാലൊന്നും ഒരു കുഴപ്പമില്ല. ഈ ആംഗിൾ നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കി. ഇതിന്റെ രണ്ടറ്റം ആർക്കിന്റെ രണ്ടറ്റത്താണോ നോക്കിയാൽ ഈ ആംഗിൾ ഉണ്ടാക്കിയത് ആർക്കിന്റെ രണ്ട് എൻഡിൽ നിന്നാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഫുൾ 40 തന്നെ ആയിരിക്കും. എവിടെ നോക്കി അഗെയിൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 40 ഡിഗ്രി തന്നെ വരുള്ളൂ, 40 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ലൈനിന്റെ പുറകെ കൂടെ ഒന്ന് വരച്ചു നോക്കിയാലോ, അല്ലെ? ഈ ആർക്കിന്റെ ഈ ലൈനിന്റെ പുറകെ കൂടെ അങ്ങ് പോട്ടെ, കാണണ്ട, ലൈനിന്റെ പുറകെ കൂടി അങ്ങ് പോട്ടെ, എന്നിട്ട് മറ്റേ എൻഡിലേക്ക് വരട്ടെ. ഹിയർ ഓൾസോ ആംഗിൾ മെഷർ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക, 80യുടെ ഹാഫ് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 40. കണ്ട, ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര ആംഗിൾ മേക്ക് ചെയ്താലും അതെല്ലാം എന്തായിരിക്കും, 80യുടെ ഹാഫ് ആയിരിക്കും. ഞാൻ ബോർഡിലേക്ക് വരാം, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് നമ്മൾ ഇനി ഇവിടെ എത്ര ആംഗിൾ, ഇതാ ഒരു ആംഗിൾ ഞാൻ ഇവിടെ കാണിച്ച പോലെ ഞാനിനി അങ്ങോട്ട് എത്ര ആംഗിൾ ഇങ്ങനെ വരച്ചാലും അതെല്ലാം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. കണ്ട, ഇതൊക്കെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഈ വരയ്ക്കുന്നതെല്ലാം. ഇതാണ് നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആംഗിൾ മെയ്ഡ് ബൈ ആർക്ക് ഓൺ ഇറ്റ് ഓൾട്ടർനേറ്റ് ആർക്ക്. ഞാൻ ഹെഡിങ് തരാം, എന്നിട്ട് നോട്ടിലിട്ട് എഴുതിയാൽ മതി. C/2 ഇതെല്ലാം സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്. നമ്മൾ നോക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, ഈ ആംഗിൾ ഉണ്ടാക്കിയത് ഈ ആർക്കാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഉണ്ടാ, ഞാൻ ആ പോയിന്റ് ഇടുന്നില്ലേ, റെഡ് കളറിൽ കാണുന്നില്ലേ, അവിടെ നിന്നാണോ ഈ ആംഗിൾ വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് നോക്കേണ്ടത് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആയിരിക്കണം. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, നമുക്ക് തെറ്റിപ്പോകും. ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്താണോ അതിന്റെ ഹാഫ് ആയിരിക്കും അവിടെ ആംഗിൾ മേക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ബുക്കിലേക്ക് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഹെഡിങ് ആയിട്ട് കൊടുത്തോ, ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ഇറ്റ് ഓൾട്ടർനേറ്റ് ആർക്ക്. ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക്, ശരിക്കും മനസ്സിലാക്കി എഴുതിക്കൊള്ളണം കേട്ടോ. ഒരു ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ എവിടെ, ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക്. ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക്. ഇത് അപ്പുറത്തെടുത്താലും ശരിയാട്ടോ. നമ്മളിപ്പോ ഇല്ലേ, ഇനിയിപ്പോ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എടുത്തെന്ന് വിചാരിച്ചോ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ശരിയാ, അപ്പുറത്തേക്ക് എടുക്കുന്ന ആംഗിളുകളെല്ലാം എന്തായിരിക്കും, അതിന്റെ ഹാഫ് തന്നെയായിരിക്കും. നമുക്ക് അതിന് വരയ്ക്കുന്ന ഫിഗറിൽ അതൊന്ന് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. അപ്പൊ എന്ത് ചെയ്യാ, അതിന് നിങ്ങൾ ഒരു വൃത്തിയായിട്ടൊരു സർക്കിൾ വരയ്ക്കുക. ഫിഗറിലാണ് ക്ലാരിറ്റി വരുത്തേണ്ടത് കേട്ടോ, കാരണം എക്സാമിന് ഫിഗറാ ചോദിക്കാം. ഇത് ബൈഹാർട്ട് ചെയ്യാന്നുള്ളതല്ല, ഫിഗറിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് വിചാരിച്ചു. ഒരു ആർക്ക് ഒന്ന് രണ്ടെണ്ണം കാണിക്കാം, കുഴപ്പമില്ല. ഓക്കെ, എവിടെയെങ്കിലും ഒരു ആർക്ക് എടുക്കുക, എന്നിട്ട് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യാം. സെൻട്രൽ ആംഗിള് C എന്ന് മാർക്ക് ചെയ്യാം. സി. എന്നിട്ട് ആ ആർക്ക്, ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായല്ലോ, ആ ആർക്ക് ഒഴികെയുള്ള ബാക്കി സർക്കിളിലെ പോർഷനാണ് ഓൾട്ടർനേറ്റ് ആർക്ക്. അവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യാം, എവിടെയെങ്കിലും. ഇനി വേറെ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെയെങ്കിലും വന്നാൽ മതി, കണ്ട. ഈ ആംഗിൾ നമ്മൾ എടുത്താൽ അതെന്തായിരിക്കും, ഇതിന്റെ പുറകെ കൂടെ പോയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മൾ അറ്റം മാത്രം നോക്കുള്ളൂ. കണ്ടോ, ഇതെന്താ നമ്മളിപ്പോ പറഞ്ഞ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. ഇത് പല രീതിക്ക് തരും, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇത് പല രീതിക്ക് ആംഗിൾ അവിടെ ഇവിടെയൊക്കെ തരും. എവിടെ കണ്ടാലും ഈ സാധനം അപ്പൊ പിക്ക് ചെയ്തോളാം, ആ മാർക്ക് കളയരുത്. ഓക്കെ, ഞാൻ പറയാം, അത് പല കോലത്തിൽ തരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പല സ്റ്റൈലില് പല കോലത്തിൽ അവിടെ ഇവിടെയൊക്കെ തരും. വേറെ ഒന്നുമല്ല, ഓൾട്ടർനേറ്റ് ആർക്കിന്റെ പല സൈഡിലായിട്ട് തരും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ, ഇനിയിപ്പോ ചിലപ്പോ ഇങ്ങനെ വന്നിട്ടേ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകും, പോയിട്ട് കണ്ടാ ഗ്രീൻ, ഉള്ളിൽ കൂടെ പോയിട്ട് മറ്റത് ഇവിടെ ആയിരിക്കും. നമ്മളെപ്പോഴും അറ്റാണെന്ന് പറയും. ഈ ആംഗിൾ ആരാ ഉണ്ടാക്കിയത്, ഈ ആംഗിൾ വരുന്നത് ഞാൻ ആ റെഡ് കളർ ഇട്ടിരിക്കുന്ന 2 പോയിന്റിൽ നിന്നാണോ എങ്കിൽ ഉറപ്പിച്ചോ അവന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഇത്. കണ്ട, ഈ റെഡ് കളർ ഇട്ടിരിക്കുന്ന പോയിന്റിൽ നിന്നാണോ ഈ ആംഗിൾ വന്നതെന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണ് അവന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഇത് എത്രയായിരിക്കും, ഇതും സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് C/2 ആയിരിക്കും. ഇനി ചിലപ്പോ നേരെ തരും, നേരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഈ എയറോപ്ലെയിൻ ഒക്കെ പോലെ നേരെ വരും. കണ്ടോ, ഇതുപോലെ നേരെ വരും. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോളണം, സെൻട്രൽ ആംഗിൾ ആണ് ഹാഫ്, സെൻട്രൽ ആംഗിൾ ആണ് ചെറുത്. അപ്പൊ കൂടുതൽ വാവൊളിഞ്ഞിരിക്കുന്ന ആരെയാ നോക്കി, സെൻട്രൽ ആംഗിളിന്റെ അല്ലേ, ഇത് കുഞ്ഞിതല്ലേ. അപ്പൊ എപ്പോഴും ഹാഫ് ഇതാണെന്ന്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോ അതൊരു പ്രശ്നമാണ്. കുട്ടികൾ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുന്നിട്ടാ. ഇതെല്ലാം സെൻട്രൽ ആംഗിളിന്റെ ഹാഫാണ്. ഇത് എവിടെ എടുത്താലും നമ്മൾ നോക്കണ്ട, ആ റെഡ് കളർ ഞാൻ ആ പോയിന്റ് ഇട്ടിട്ടില്ലേ, അവിടെ നിന്നാണോ ഈ ആംഗിൾ എല്ലാം ഉണ്ടാക്കണമെന്ന് നോക്കിയത്, ആ ആർക്കിന്റെ ആണോ, ആ ആർക്ക് ഉണ്ടാക്കണ ആംഗിൾ ആണോ എന്ന് മാത്രം ഒന്ന് ഉറപ്പ് വരുത്തി പോവാ. ഇതുപോലെ തന്നെ തിരിച്ചും വരാട്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ അപ്പുറത്തും വരയ്ക്കാം. എങ്ങനെ, എവിടെ ശ്രദ്ധിച്ചു നോക്കി,
സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സർക്കിൾ വരച്ചിട്ട് നമ്മൾ എടുത്ത ആർക്ക് വേണ്ട ഓൾട്ടർനേറ്റീവ് ആർക്ക് എടുക്കാലോ. ഇതൊക്കെ എഴുതി വെച്ചോളൂ, നല്ല ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചോളൂ. കണ്ട, ഈ ആർക്ക് എടുക്കാലോ, ഇപ്പുറത്തെ ആർക്ക് എടുക്കാലോ. ഞാനിപ്പോ ഈ ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്യാം, അല്ല ബ്രൗൺ കളറിൽ മാർക്ക് ചെയ്യാം. ഈ ആർക്ക് നമുക്ക് കൺസിഡർ ചെയ്തൂടെ, ഈ ആർക്ക് എടുക്കാം. അപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഏതാ, ഇതാ സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ നമുക്ക് സീന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിളുകളൊക്കെ നോക്ക്. ഈ ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതൊക്കെയാ, ഓൾട്ടർനേറ്റ് ആർക്കില്. ഓൾട്ടർനേറ്റ് ആർക്ക് അപ്പൊ ഇപ്പുറത്തായി, കണ്ട ഈ ആംഗിള് അല്ലെ, ഈ ആംഗിൾ എന്താ നമ്മൾ പിടിച്ചേ, ഈ ആംഗിളിന്റെ ഹാഫ്. ഈ ആംഗിൾ എത്ര തന്നെയാണെങ്കിലും അതിന്റെ ഹാഫ് ആയിരിക്കും അത്, C/2. ഇനി വേറെ എവിടെയെങ്കിലും കുറച്ച് ചുറ്റിക്കാൻ വേണ്ടിട്ടേ ഇതിന്റെ അറ്റത്ത് വേണമെങ്കിൽ ഇങ്ങനെ ഈ ആർക്കിലായിരിക്കണം കേട്ടോ, ആർക്ക് മാറി പോരുത്. ഈ ആർക്കിൽ തന്നെ ആയിരിക്കണം. ബാക്കി എങ്ങനെ വേണമെങ്കിലും അവർ വരച്ചോട്ടെ, ഈ ആർക്കിൽ തന്നെ ആയിരിക്കും. ഈ ആംഗിളൊക്കെ ചോദിച്ചാൽ അതും എന്ത് തന്നെയായിരിക്കും, C/2 തന്നെ. എവിടെ ആംഗിൾ എടുത്താലും, ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ ആംഗിൾ കണ്ടാലും എന്ത് ചെയ്തോളണം, നമ്മൾ ഏതാർക്കാണോ ആംഗിൾ ഉണ്ടാക്കുന്നത് അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് എന്നൊരു ബോധം ഉണ്ടാവണം. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഇതിന് ഞാൻ വേറൊരു ഐഡിയ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകും. അതായത് നമുക്കിപ്പോ എന്താ മനസ്സിലായി, ഇതൊരു സെഗ്മെന്റ് ആണല്ലോ. ഞാനിവിടെ ഒരു ലൈൻ വരച്ച ഈ സെക്ടർ ആണല്ലോ, സെഗ്മെന്റ് കേട്ടോ. ഞാനിങ്ങനെ ഒരു കഷ്ടം വരച്ച ഇതൊരു സെഗ്മെന്റ് ആണല്ലോ. ഈ സെഗ്മെന്റിലെ ആംഗിൾ അല്ലേ ഈക്വൽ അല്ലേ അപ്പൊ, ശരിയല്ലേ? ഒരേ സെൻട്രൽ ഒരേ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളുകളല്ല അതെല്ലാം. അപ്പൊ ഒരു സെഗ്മെന്റിലെ ആംഗിൾ എല്ലാം ഈക്വൽ ആണ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ എഴുതിയിട്ടില്ലല്ലോ അല്ലെ, അത് ആദ്യം എഴുതിയിട്ട് നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. ആദ്യം നോട്ട് ചെയ്യേണ്ടതാണ് ആംഗിൾ മെയ്ഡ് ബൈ, ആദ്യം ഇംഗ്ലീഷിൽ വേണേ ഇംഗ്ലീഷിൽ എഴുതിക്കോ, മലയാളത്തിൽ എഴുതിയാലും മതി, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ മലയാളം പറഞ്ഞുതരാം. ആംഗിൾ മെയ്ഡ് ബൈ ആർക്ക്, ഒരാർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലെ. ആംഗിൾ മെയ്ഡ് ബൈ ആർക്ക് എവിടെയാ, എവിടെയെങ്കിലും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെയെങ്കിലും ടു എനി പോയിന്റ് ഓൺ ഓൾട്ടർനേറ്റ് ആർക്ക്, ടു എനി പോയിന്റ് ഓൺ ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കണ ആംഗിൾ എന്തായിരിക്കും, ഈസ് ഹാഫ് ഓഫ് ഇറ്റ് സെൻട്രൽ ആംഗിൾ. അതിന്റെ സെൻട്രൽ ആംഗിൾ, ആരാണോ ആംഗിൾ ഉണ്ടാക്കുന്നത് അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. എന്നിട്ട് വേണി നിങ്ങൾക്ക് മനസ്സിലാവും, മലയാളത്തിൽ എഴുതി വെച്ചോ, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയാലും മതി, മാത്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരാർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. ഏത് സെൻട്രൽ ആംഗിൾ ആണ്, അതാണ് ഇമ്പോർട്ടന്റ്. ഏതാർക്കാണോ നമ്മൾ എടുക്കുന്നത് ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. നമ്മൾ ആ ഫിഗറും കൂടെ വരച്ചേക്കണോണ്ട് ക്ലിയർ ആണ് കേട്ടോ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇനി ഞാനിപ്പോ വരച്ചതൊന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അതായത് പല രീതിക്ക് ഈ സാധനം വരും കേട്ടോ. ഞാൻ നിങ്ങൾ ആ ടെക്സ്റ്റിലെ ഫിഗർ തന്നെ, ടെക്സ്റ്റിൽ തന്നെ അവരത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് പല രീതിക്ക് ഈ ഫിഗർ ചോദിക്കാന്നുള്ള കാര്യം ഞാൻ ബോർഡിൽ കാണിച്ചു തരാം. ഇതിങ്ങനെ എങ്ങനെ കണ്ടാലും കൺഫ്യൂസ്ഡ് ആവരുത്, അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇതിൽ എങ്ങനെ കണ്ടാലും, ഇതിപ്പോ ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ കണ്ടാലും ഒന്നും, ഇതെല്ലാം സെൻട്രൽ ആംഗിളുകളുടെ ഹാഫുകളാണ് കണ്ട. ഇത് ഇങ്ങനെ വന്നാലും എങ്ങനെ വന്നാലും നമ്മൾ പിടിച്ചോളാം സാധനം. ഒരാർക്കാണ്, ആ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലാണോ ആംഗിൾ മേക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇവന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും കേട്ടോ. എഗെയിൻ ഇനിയുണ്ട്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ആർക്കിന്റെ എൻഡ് നല്ല ആംഗിൾ നമ്മൾ അതാ നോക്കണ്ടേ. നോക്കി ഈ ആർക്കിന്റെ ഫസ്റ്റ് വൺ നോക്കണ്ട, നമ്മൾ പഠിച്ചോളൂ. വേറെ ഒന്നുമില്ല, അതായത് 180 ആണ്, ഇത് എത്ര ആയിരിക്കും, 90 ആയിരിക്കും. നമുക്ക് ഇത് സെപ്പറേറ്റ് ഒരു കോൺസെപ്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, അന്നേരം പറയാം കേട്ടോ. ഇവിടെ നോക്കി ഈ ആർക്ക് കണ്ട, ഈ ഗ്രീൻ കളറിൽ ഞാനിപ്പോ മാർക്ക് ചെയ്തോണ്ടിരിക്കണ ഈ ആർക്കാണ് മേക്ക് ചെയ്യുന്നത് അല്ലെ. ഈ ആർക്കിന്റെ അറ്റത്ത് നല്ല ആംഗിൾ അവിടെ മേക്ക് ചെയ്തേക്കുന്നത്, അതാ നോക്കണ്ട നമ്മള് ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അപ്പൊ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. എല്ലാത്തിലും ഇങ്ങനെ. അപ്പൊ എങ്ങനെ ചോദിച്ചാലും കണ്ട, ഇതൊക്കെ സിമ്പിൾ ആണ് കണ്ട. ഈ ആർക്കിന്റെ അറ്റത്ത് നല്ല അങ്ങോട്ട് ആംഗിൾ മേക്ക് ചെയ്തേക്ക് നോക്കി, ഈ അറ്റത്ത് നല്ല ഇവിടെ മേക്ക് ചെയ്തേക്കുന്നത്, അപ്പൊ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്. അതുപോലെ തന്നെ ഈ ആർക്കിന്റെ രണ്ടെൻഡി എന്നല്ലേ, ഇതിൽ കൂടെ മറഞ്ഞു പോയേക്കുന്നല്ലേ ഉള്ളൂ കണ്ടോ സെൻട്രൽ ആംഗിൾ. അതുപോലെ തന്നെ ഈ ആർക്കിന്റെ ഉള്ളിൽ കൂടെ പോയേക്കണ, ഈ ആർക്കിന്റെ രണ്ട് എൻഡി എന്നല്ലേ ഓൾട്ടർനേറ്റ് ആർക്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്ക് ഉള്ളിൽ കൂടെ പുറത്തൂടെ എങ്ങനെ വേണമെങ്കിൽ പോട്ടെ, ഓൾട്ടർനേറ്റ് ആർക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓൾട്ടർനേറ്റ് ആർക്കിൽ ആംഗിൾ മേക്ക് ചെയ്ത
അത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇനി ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാം. എക്സും വൈ ഒക്കെ എടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യാറില്ല സാധാരണ, അതുപോലെ പ്രൂവ് ചെയ്യാം. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത്, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിച്ചോട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് നമ്മുടെ പ്രൂഫിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിൽ ഈ തന്നിരിക്കുന്ന പോലെ നമ്മളൊരു സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. ഒരു സെൻട്രൽ ആംഗിൾ വേണമല്ലോ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഒരു സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ആംഗിൾ ഉണ്ടാക്കുന്ന ആർക്കും മാർക്ക് ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്തായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഈ ആംഗിൾ, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ ആംഗിളിന്റെ ഹാഫ് ആണ് ഈ രണ്ടാമത് മാർക്ക് ചെയ്യുന്ന ഈ ആംഗിൾ. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് കൂടെ അവർ ചെയ്തിട്ടുണ്ട് അല്ലെ? എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റി. ഓക്കെ ആണല്ലോ? ഇനി ഇതെങ്ങനെ പ്രൂവ് ചെയ്യണേന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാണ്. ഇവിടെ ഈ ഒരു ആംഗിൾ നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണ്, ഈ ഒരു ആംഗിളിനെ വൈ എന്ന് വിളിക്കുകയാണ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ സൈഡ് ഒന്ന് നോക്കി, ഈ സൈഡില്ലേ, ഈ സൈഡ് എന്താ സർക്കിളിന്റെ റേഡിയസ് ആണ്, ശരിയല്ലേ? ഈ സൈഡ് എന്താ റേഡിയസ് ആണ്, ശരിയല്ലേ? അപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ ട്രയാങ്കിൾ, ഞാൻ ഒരു ട്രയാങ്കിൾ അതിനകത്ത് മാർക്ക് ചെയ്യാൻ നോക്കോട്ടോ. ഇത് ശരിക്കും ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ, ഈ ട്രയാങ്കിളിനെ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. കാരണം എന്താ, രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അപ്പൊ സൈഡിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബോത്ത് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ്. അല്ലെങ്കിൽ ഒരു സർക്കിൾ നമ്മൾ ഡ്രോ ചെയ്തിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്തിട്ട് അതിന്റെ റേഡിയസുകൾ മേക്ക് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ കണ്ടാൽ ഉറപ്പിച്ചോ അതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും, അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഈ സൈഡ്, ഞാൻ ആ ഷെയ്ഡ് ചെയ്യുന്ന രണ്ട് സൈഡുകൾ റേഡിയസ് ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഉണ്ടാവും, ഈ സൈഡും ഈക്വൽ ആയിരിക്കും. എന്നാൽ സൈഡ് മാത്രമാണ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ അല്ല, അതിന്റെ ഓപ്പോസിറ്റ്, ആ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന രണ്ട് ആംഗിൾ, അത് ശരിക്കും മനസ്സിലായിക്കൊള്ളാം എന്താ കോൺസെപ്റ്റ് എന്നുള്ളത്. അതായത് ഇപ്പൊ ഞാൻ ഈ സൈഡ് എടുത്ത് വിചാരിച്ചോ, ലെഫ്റ്റ് സൈഡ്, ഞാൻ ലെറ്റേഴ്സ് കൊടുക്കാം, പിന്നെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. അവിടെ ശ്രദ്ധിച്ചോ, ഞാനിവിടെ എ ബി സി, ഓക്കെ, എ ബി എന്ന സൈഡ് എടുത്തു. ഈ എ ബി എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ നമ്മൾ തിരിച്ചറിയാ? ഈ എ ബിയുടെ അടുത്തില്ലാത്ത ആംഗിൾ ഏതാ? എ ബി ഉണ്ടാവുന്നത് അപ്പുറം ഇപ്പുറം രണ്ട് ആംഗിൾ വരുമ്പോഴാണല്ലോ. അതല്ലാത്ത ഒരു മൂന്നാമത്തെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതിനെയാണ് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആര്? ആംഗിൾ സി. മനസ്സിലായോ? ഇനി ബി സി, എ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാ? എ സിയുടെ അടുത്തില്ലാത്തവർ, ഇത് ആംഗിൾ ബി. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഒരു ഐസോസിലസ് ട്രയാംഗിൾ, അപ്പൊ രണ്ട് കോൺസെപ്റ്റ് ആട്ടോ. ഒരു സർക്കിളിനകത്ത് റേഡിയസ് മേക്ക് ചെയ്യുന്ന ട്രയാംഗിൾ എന്തായിരിക്കും? ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആയിരിക്കും. അതൊരു ടൂൾ ആയിട്ട് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. ഓക്കെ, ഒരു സർക്കിളില്, മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ, എഴുതിയാൽ മതി. ഒരു സർക്കിളില് രണ്ട് റേഡിയസ് അല്ലെങ്കിൽ രണ്ട് റേഡിയൈ, പ്ലൂറലാണ് റേഡിയൈ മേക്ക് ചെയ്യുന്ന ട്രയാംഗിൾ, രണ്ട് റേഡിയസുകൾ മേക്ക് ചെയ്യുന്ന റേഡിയസ്, ഇതിനെ റേഡിയസ് എഴുതിക്കോ കേട്ടോ. റേഡിയൈ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, അത്രേ ഉള്ളൂ. രണ്ട് റേഡിയസ് മേക്ക് ചെയ്യുന്ന ട്രയാംഗിൾ എന്തായിരിക്കും? ഐസോസിലസ് ട്രയാംഗിൾ ആയിരിക്കും എന്നൊരു ബോധം ഉണ്ടാവണം. എവിടെയെങ്കിലും ഒരു സർക്കിളില് ഇതുപോലെ രണ്ട് റേഡിയസ് തന്നാൽ, നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റിലാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ആ ട്രയാംഗിൾ എന്ത് ട്രയാംഗിൾ ആണ്? ഐസോസിലസ്. എന്താ ഈ ഐസോസിലസ് ട്രയാംഗിളിന്റെ പ്രത്യേകത? അതിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, അതുപോലെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഈക്വൽ, എല്ലാ ഓപ്പോസിറ്റ് ആംഗിളും അല്ല കേട്ടോ, ആ രണ്ട് സൈഡിന് ഓപ്പോസിറ്റ്, ഇപ്പൊ തൽക്കാലം മനസ്സിലാൻ വേണ്ടി ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. ആ രണ്ട് സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഐസോസിലസ് ട്രയാംഗിളിന്റെ കോൺസെപ്റ്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ പ്രൂഫ് കൊടുക്കാം കേട്ടോ. പ്രൂഫ്
ഇതിന് എ ബി സി ഡി ഇ. ശ്രദ്ധിച്ചോളേ, നമുക്ക് എന്ത് പറയാം? ദാ ഇവിടെ ഇത് നമ്മൾ എക്സ് അല്ല കൊടുത്തേ അല്ലെ? ഞാൻ ആ ബ്രൗൺ കളറിൽ മാർക്ക് ചെയ്യാം കേട്ടാ. ഈ ആംഗിൾ നമ്മൾ എക്സ് അല്ലേ വിളിച്ചേ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ ഐഡിയ വെച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? ഈ സൈഡും സെയിം ആണെന്നല്ലേ പറഞ്ഞത്? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ എ ബി സി? അത് ആദ്യം എഴുതാം. ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസിലസ്. Therefore നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ എക്സ് ആയതുപോലെ തന്നെ ആരും എക്സ് തന്നെയായിരിക്കും. ഈ രണ്ട് സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിള്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ഈ ആറിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതേ മേളിലത്തെ ആംഗിൾ എ ബി സിയും എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ആംഗിൾ എ ബി സി ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ്. എ ബി സി എന്ന് പറയുന്ന 3 ലെറ്റർ ആണ് കേട്ടോ. ഇവിടെ ഈ ആംഗിൾ സ്പ്ലിറ്റ് ആയതുകൊണ്ട് 3 ലെറ്റർ വെച്ചിട്ടാണ് ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഫുൾ ആംഗിൾ ആയി പോകും. ഓക്കെ, അതുപോലെ തന്നെ സിമിലർലി നമുക്ക് എന്ത് പറയാം? സിമിലർലി ഈ ആംഗിൾ കണ്ടോ? മുകളിലുള്ള ഈ ആംഗിൾ, ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്ന ഈ ആംഗിൾ കണ്ടോ? ഈ ആംഗിൾ ഏതിനോട് ഈക്വൽ ആയിരിക്കും? ഈ വൈനോട് ഈക്വൽ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടി. ബി സി ഡി ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ബി സി ഡി ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ആംഗിൾ സി ഡി ബി ഈക്വൽ ടു ആംഗിൾ സി ബി ഡി അല്ലെ? സി ഡി ബിയും ആംഗിൾ സി ഡി ബിയും ആംഗിൾ സി ബി ഡിയും ഈക്വൽ ടു എന്തായിരിക്കും? വൈ ആയിരിക്കും. അപ്പൊ ഇത് എക്സ് എന്നും ഇത് വൈ എന്നും കിട്ടിയല്ലോ. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതും കൂടെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇതിന്റെ പ്രൂഫ് ചെയ്യാൻ. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. ഇതൊക്കെ സൈഡിൽ എഴുതിയാൽ മതി. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറയുക? ഒരു ട്രയാംഗിൾ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചോ, അതിന്റെ ഒരു ആംഗിൾ മാത്രം നമ്മളിങ്ങനെ പുറത്തേക്ക് നീണ്ടിരിക്കുകയാണ്. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞ വാക്ക് തന്നെ അതല്ലേ, പുറത്തേക്ക്. അപ്പൊ ഒരു സൈഡ് മാത്രം നീട്ടി വരച്ചാൽ ഈ പുറത്തേക്കുള്ള ആംഗിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സി എന്ന് വിചാരിച്ചോ. ഇതിന്റെ തൊട്ടടുത്തുള്ള ആംഗിൾ നമ്മൾ നോക്കരുത്. ഈ അപ്പുറത്തുള്ള രണ്ട് ആംഗിൾ കണ്ടോ? എയും ബിയും. ഈ എയും ബിയും കണ്ടോ? ഇതിന്റെ സം ആയിരിക്കും ഈ ആംഗിൾ. അതായത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി ആയിരിക്കും. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ എടുക്കാത്ത ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രയാംഗിളിന്റെ സമ്മായ 180 എ പ്ലസ് ബി കുറയ്ക്കും. അല്ലെങ്കിലോ ലീനിയർ പെയർ ആയിട്ടുള്ള ആംഗിൾ സി 180 ആംഗിൾ സി കുറയ്ക്കും. അങ്ങനെയാണ് ആ കോൺസെപ്റ്റ് കയറുക. അതിലേക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഐഡിയ ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. എയും ബിയും കൂട്ടി എന്തായിരിക്കും? സി ആയിരിക്കും. അപ്പൊ ഒരു ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ. ശ്രദ്ധിച്ചോളൂ കേട്ടോ, സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. ഈ ഒരു പ്രോപ്പർട്ടി സിമ്പിൾ ആയിട്ട് ഇപ്പൊ തീരുവേ. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എക്സ്റ്റീരിയർ ആംഗിൾ സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ അല്ല. അങ്ങനെയാണെങ്കിലേ ഈ ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ ഞാൻ ഈ മെഷർ ചെയ്യണ ഈ ആംഗിൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഉള്ള ആരൊക്കെ? ഈ ട്രയാംഗിൾ എടുക്കുക, എ ബി സി എന്ന ട്രയാംഗിൾ എടുക്കട്ടോ. ഞാൻ ട്രയാംഗിൾ കാണിച്ചു തരാം. ആ ട്രയാംഗിളിലേക്ക് നോക്കണേ. നിങ്ങൾ ആ ട്രയാംഗിളിലേക്ക് മാത്രം നോക്കണേ. ഈ ട്രയാംഗിൾ ഇല്ലേ, ഈ ട്രയാംഗിളിന്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആണല്ലോ ഇത് അല്ലെ? ഈ നീട്ടി വരച്ചിരിക്കുന്ന ആംഗിൾ, ഇത് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ എത്രയാണ്? സി ആണ് അല്ലെ? ഇത് എന്തിന്റെ സമ്മാനം നമ്മൾ പഠിച്ചേ? ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ നോക്കരുത്. ഈ ആംഗിളിന്റെ അല്ല തൊട്ടടുത്തുള്ള അഡ്ജസന്റ് ആയിട്ടുള്ള ഈ ആംഗിൾ അല്ല നോക്കണ്ടേ. ഈ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കാണുന്ന ഈ രണ്ട് ആംഗിളുടെ സമ്മായിരിക്കും എക്സ്. ഞാനിപ്പോ പറഞ്ഞ പ്രോപ്പർട്ടി എക്സ് പ്ലസ് എക്സ് ആയിരിക്കും ആംഗിൾ സി. നമ്മൾ നേരത്തെ പറഞ്ഞ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സി ആന്ന് പറഞ്ഞ പോലെ കേട്ടോ. എക്സ് പ്ലസ് എക്സ് ആയിരിക്കും സി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സി ഈസ് ഈക്വൽ ടു C1 എന്ന് വേണമെങ്കിൽ കൊടുത്തോ. C1 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 2x. ഓക്കെ, അല്ലെങ്കിൽ സി എന്ന് കൊടുത്താലും മതി. അപ്പൊ നമുക്ക് ഡി എന്ന് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഇപ്പുറത്ത് നമുക്ക് പറയാലോ, ഈ ഒരു ആംഗിൾ നമുക്ക് എടുക്കാലോ അല്ലെ? ഇതൊരു എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? ഏത് ട്രയാംഗിളിന്റെ ആണ് ഞാൻ ഈ ചെയ്യുന്നത് നോക്കിക്കോട്ടോ. അതായത് ഈ ട്രയാംഗിളിന്റെ കണ്ടോ, ഈ വരയ്ക്കുന്ന ഈ ട്രയാംഗിളിന്റെ പുറത്തേക്കുള്ള എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത്, ആംഗിൾ ഡി. ഇത് എന്തിന്റെ സമ്മായിരിക്കും? y പ്ലസ് വൈ ആയിരിക്കും അല്ലെ? ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? y പ്ലസ് വൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2y. ഇതൊന്ന് ആഡ് ചെയ്തേ, സിയും ഡിയും കൂടെ ആഡ് ചെയ്തേ. സിയും ഡി ആഡ് ചെയ്ത് എന്താ കിട്ടുക? സി പ്ലസ് ഡി ഈക്വൽ ടു 2x പ്ലസ് 2y. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതിക്കൂടെ? 2x പ്ലസ് 2y എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈയുടെ ഡബിൾ ആയിരിക്കും. പ്രൂവ് ചെയ്തു, നമ്മൾ പ്രൂവ് ചെയ്തു. എക്സ് പ്ലസ് വൈയുടെ ഡബിൾ ആണ് ഈ ആംഗിൾ. ഓക്കെ, കണ്ടോ? ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടി. അതായത് ഈ ആംഗിൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഞാൻ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ട, ഈ ആംഗിള് എക്സ് പ്ലസ് വൈ ആണ്, രണ്ടിന്റെ സമ്മാണല്ലോ. അങ്ങനെയാണ് ഇതെന്തായിരിക്കും? ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന, ഈ താഴെ മാർക്ക് ചെയ്തേക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 2x പ്ലസ് 2y ഡബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞ പ്രൂഫാണ്. മേളി ചെയ്തില്ലേ? മേളി ചെയ്യുന്നത് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്താണ്. ഇവിടെ
ഇവിടെ ഈ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മാത്തമാറ്റിക്കൽ പ്രൂവ് ചെയ്തതാണ്. അതായത് ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ, ഇതാണ് കോൺസെപ്റ്റ്, ഈ ആംഗിൾ എക്സും ഈ ആംഗിൾ വൈയും ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും ഈ ആംഗിൾ. എന്തായിരിക്കും? 2x + 2y, അല്ലെങ്കിൽ 2 × x + y. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അതിന് മുന്നേ ഒരു സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആംഗിൾ ഇൻ എ സെയിം സെഗ്മെന്റ്. അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്തോട്ടാ. ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ്. എന്താ ഈ സെയിം സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഒരു സർക്കിൾ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചോ, ഒരു സർക്കിൾ എടുത്തു. ശരിക്കും ശ്രദ്ധിച്ചോളേ, അതിലൊരു ആർക്ക് നമ്മൾ എടുത്തു. ഇതാണ് ഒരു ആർക്ക്. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ്. അതാ ഇങ്ങനെ, ഇതാണ് സി എന്ന് വിചാരിച്ചോ. ഈ നമ്മളിപ്പോ തൊട്ട് മുന്നേ പഠിച്ച എന്താ, ഈ ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ ആംഗിൾ മേക്ക് ചെയ്താലും അതെല്ലാം ഇതിന്റെ ഹാഫ് ആണല്ലോ, അല്ലെ? ഇവിടെ ആംഗിൾ മേക്ക് ചെയ്താലും, ഇവിടെ ഒരു ആംഗിൾ ഇങ്ങനെ മേക്ക് ചെയ്താലും, അതുപോലെ ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്താലും അതെല്ലാം എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഇതെല്ലാം എന്താന്ന് പഠിച്ചേ? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് c/2, 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 c/2. അപ്പൊ ഇത് വെച്ച് നമ്മളൊരു കാര്യം പറയുകയാണ്, അതായത് ഒരു സെഗ്മെന്റിൽ, ഒരു കഷ്ണത്തിലെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഇൻ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, പുതിയൊരു ഐഡിയ. ആംഗിൾസ് ഇൻ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. കാരണം ഒരേ ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഒരേ ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയതുകൊണ്ട് ഒരു സെഗ്മെന്റിലെ ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. മനസ്സിലാൻ വേണ്ടി എഴുതി വെച്ചോട്ടോ, ഒരേ ആർക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കൂടി ഉണ്ട്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഒരു സെമി സർക്കിളിലാണ് ഒരു ആംഗിൾ എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെമി സർക്കിൾ നോക്കാം. സർക്കിളിന്റെ പാതിയാണല്ലോ സെമി സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളിന്റെ ഒരു ഹാഫ് ഞാൻ എടുത്തു. എന്നിട്ട് ഇവിടെ ഞാനൊരു ആംഗിൾ ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ കണ്ട, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കി. എന്തായിരിക്കും ഈ ആംഗിളിന്റെ അവസ്ഥ? എത്രയായിരിക്കും ആംഗിൾ? ഞാൻ വേണേ കൺസ്ട്രക്ഷൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഒരു സർക്കിൾ, ഓക്കെ. എന്നിട്ട് സെമി സർക്കിൾ ആണല്ലോ, ഞാനിവിടെ ഒരു സെമി സർക്കിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ച് ഇതിനെ തിരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഞാനിവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോണ്ടോ, ഞാനിവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുവാണ്. അതാ ഇങ്ങനെ. ഈ ആംഗിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്ര ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന്? മനസ്സിലാവുന്നില്ലേ? ഇത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. കണ്ട, ഈ ആംഗിൾസ് ഒക്കെ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരേ സെഗ്മെന്റിലെ ആംഗിൾ അല്ല ഈക്വൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അത് വെച്ചിട്ട് ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾസ് എല്ലാം എത്ര ആയിരിക്കും? നമുക്ക് ട്രാക്കർ ഉപയോഗിച്ച് നോക്കാം. കൺഫ്യൂഷൻ ഉള്ളവര്, ആംഗിൾ കൺഫ്യൂഷൻ ഉള്ളവർ ഇവിടെ നോക്കിക്കോ. എത്ര ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് മെഷർ ചെയ്ത് നോക്കി. എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി അല്ലെ? ഈ ആംഗിൾസ് എല്ലാം 90 ആയിരിക്കും. എവിടെ വെച്ചാലും 90 ഡിഗ്രി. ഇത് ഇവിടെ വേണേ വെച്ച് നോക്കിക്കോ. കണ്ട, 90 ഡിഗ്രി. അടുത്തതിൽ വേണേ വെച്ച് നോക്കിക്കോ, അവിടെയും 90 ഡിഗ്രി ആയിരിക്കും. ഹിയർ ഓൾസോ ആംഗിൾ ഈസ് 90 ഡിഗ്രി. കണ്ട, എല്ലാ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എഴുതുക, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഒരു സെമി സർക്കിളിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് എപ്പോഴും അങ്ങനെയാട്ടോ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അങ്ങനെയാണെന്ന് ആലോചിക്കുകയെ, ആംഗിൾ ഔട്ട്സൈഡ് സെമി സർക്കിൾ എത്രയായിരിക്കും അറിയാം? അതും അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഇത് ഇതേ ഡയമീറ്റർ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആട്ടോ. ഡയമീറ്റർ ഈ സെമി സർക്കിളിന്റെ പുറത്തൊരു ആംഗിൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. സെമി സർക്കിളിന്റെ പുറത്തൊരു ആംഗിൾ, അത് 90ലും കുറവായിരിക്കും.
അതിന്റെ കൂടെ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ല ലെസ് ദാൻ 90 ഒരു ക്വസ്റ്റ്യനിലെ ആവശ്യം വരും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇത് അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട് ലെസ് ദാൻ 90. അതുപോലെ തന്നെ ഇനി ഇതിന്റെ അകത്താണെങ്കിലോ ഈ ഡയമീറ്റർ സർക്കിളിലല്ല, അപ്പൊ സർക്കിളിൽ മേക്ക് ചെയ്യുന്നത് കണ്ടു, സർക്കിളിന്റെ പുറത്ത് മേക്ക് ചെയ്യുന്നത് കണ്ടു. ഇനി സർക്കിളിന്റെ അകത്താണ് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നതെങ്കിലോ ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുവാണെങ്കിലോ അത് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. കണ്ടോ, ദിസ് ആംഗിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഈ ഒരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് പ്രൂവ് ചെയ്യാം. എക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇത് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇതാ കണ്ടോ, പ്രൂഫ് 90 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിൾ ആണ്. എവിടെ നോക്കിക്കോട്ടെ, ഇതൊരു സർക്കിള്. ഈ ഒരു സർക്കിളില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ആംഗിൾ ഇൻ എ സെമി സർക്കിൾ നമുക്ക് കാണിക്കണം അല്ലെ. ഇതാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഇതിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കാണ്. സെന്ററിലേക്ക് ഒരു ലൈൻ, സർക്കിളിന്റെ സെന്റർ ഓ എന്ന് കൊടുത്തു. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. ഇനി എ ബി സി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ അതിന് ലെറ്റേഴ്സ് ഉപയോഗിക്കണമല്ലോ. എ ബി സി. ഓക്കെ ആണല്ലോ. ഇനി ഈ ആംഗിൾ എക്ക് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഇവിടെ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഈ ആംഗിൾ എക്ക് നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണ്. ആംഗിൾ ബിക്ക് നമ്മൾ വൈ എന്നും കൊടുക്കുകയാണ്. ആസ് പെർ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എ ഒയും ഒ സിയും അല്ലെ, എ ഒയും ഒ സിയും സർക്കിളിന്റെ റേഡിയസ് ആണ്. രണ്ട് റേഡിയസ് മേക്ക് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. അതായത് ട്രയാങ്കിൾ എ ഒ സി ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ ഒ സി ഈസ് ഐസോസിലസ്. ഐസോസിലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് എക്സ് ആണെങ്കിൽ ഈ മുകളിലുള്ളത് എന്ത് തന്നെയായിരിക്കും, എക്സ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ട്രയാങ്കിൾ ബി ഒ സി ഈസ് ഐസോസിലസ്. ബി ഒ സി ഈസ് ഓൾസോ ഐസോസിലസ് ആണ്. ഐസോസിലസ് ആണ്. അപ്പൊ എന്ത് പറയാം, ഇവിടെ എഴുതണം കേട്ടോ. ആംഗിൾ എ ഈക്വൽ ടു ആദ്യത്തെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ സി ഒ ഈക്വൽ ടു എക്സ് ആണ്. അതുപോലെ ഇവിടെ ആംഗിൾ ബി ഒ സി നോക്കിയാലോ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആംഗിൾ മേളത്തെ ആംഗിൾ ആരാ, ഈ ആംഗിൾ ആംഗിൾ ബി സി ഒ, ആംഗിൾ ബി സി ഒ ഈക്വൽ ടു എക്സ് ആയിരിക്കും, വൈ ആയിരിക്കും, സോറി. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ, ആംഗിൾ സി 180 ആണെന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ അല്ലെ. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ടു പ്രൂവ്, ആദ്യം ശരിക്കും എഴുതണ്ടാണ് കേട്ടോ. പ്രൂവ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ എഴുതിയാലും മതി ഇപ്പൊ തൽക്കാലം. ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഈ സി എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് പ്ലസ് വൈ, ശരിയല്ലേ. മേളിലേക്ക് നോക്കി, ആരാ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് പ്ലസ് വൈ 90 എന്ന് പ്രൂവ് ചെയ്താൽ പോരെ. വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ട്രയാങ്കിൾ അല്ലേ. ഈ എ ബി സി എന്ന് പറഞ്ഞ സാധനം എന്താ, ഒരു ട്രയാങ്കിൾ ആണ്. ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും കൂട്ടി എത്ര കിട്ടണ്ടേ, 180 ഡിഗ്രി, ശരിയാണല്ലോ അല്ലെ. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എത്ര കിട്ടണ്ടേ, 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തേക്കണല്ലേ. ആംഗിൾ എനേക്ക് എന്താ എടുത്തേക്കണം നമ്മൾ, എക്സ് അല്ലെ, വൈ. സി എന്താ, എക്സ് പ്ലസ് വൈ. ഇപ്പൊ എഴുതുവാട്ടോ, ആംഗിൾ എ എക്സ് ആണ്, ആംഗിൾ ബി വൈ ആണ്, ആംഗിൾ സി എന്താ, എക്സ് പ്ലസ് വൈ. ഇതെല്ലാം കൂട്ടുമ്പോൾ എത്രയാണ്, 180 ഡിഗ്രി ആണ്. റീസൺ എഴുതിക്കൊള്ളണം കേട്ടോ, സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ആംഗിൾ സം പ്രോപ്പർട്ടി. ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളിന്റെ സം എന്തായിരിക്കും, 180 ഡിഗ്രി. ഇവിടെ നമുക്ക് കിട്ടൂലേ, എക്സും എക്സും കൂട്ടി എത്രയാ, 2x, വൈയും വൈയും കൂട്ടി എത്രയാ, 2y. 2x-ഉം 2y-യും കൂട്ടിയ 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കൂട്ടി എത്രയായിരിക്കും, 90 ഡിഗ്രി. മൊത്തം 2 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യും, പ്രശ്നം തീർന്നില്ലേ. അപ്പൊ എക്സും വൈയും കൂട്ടിയ അല്ലെ, രണ്ട് മാങ്ങയും അല്ലെ, എന്തെങ്കിലും രണ്ട് മാങ്ങയും രണ്ട് ആപ്പിൾ എന്തെങ്കിലും ആയിക്കോട്ടെ കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ ഒരാപ്പിൾ ഒരു മാങ്കോടെയും പ്രൈസ് എത്രയായിരിക്കും, അതിന്റെ ഹാഫ്. അത്രേ ഉള്ളൂ. 2x plus 2y 180 ആണെങ്കിൽ x plus y 90. നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. അപ്പൊ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ കോമ്പസ് ട്രാക്ടർ വെച്ച് കാണിച്ചു തന്നു. ഇപ്പൊ മാത്തമാറ്റിക്കലി അല്ലാണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഇതിന് ഒരിക്കലും മറക്കരുത് കേട്ടോ. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.